എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 മലയാളം പാഠപുസ്തകത്തിലെ എഴുത്തകം എന്ന ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ പ്രകാശം ജലം പോലെയാണ് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് ലോകപ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. ഇത് 1998 രചിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഇംഗ്ലീഷ് കഥയാണ്. ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ എന്നാണ് ഇംഗ്ലീഷ് കഥയുടെ തലക്കെട്ട്. ഈ ഒരു കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ചന്ദ്രമതിയാണ്. 2014 ഒക്ടോബറിലാണ് ചന്ദ്രമതി ഈ കഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഈ കഥ എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസത്തിന് ഉദാഹരണമായ ഒരു കഥയാണ്. ഈ ഒരു കഥയെക്കുറിച്ചും ഈ ഒരു കഥയും മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മാജിക്കൽ റിയലിസം എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 21ാമത്തെ പേജിൽ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടേതായ ഒരു ഭാഷയിൽ എന്താണ് മാജിക്കൽ റിയലിസം എന്നൊന്ന് മനസ്സിലാക്കാം. മാജിക്കൽ റിയലിസം എന്നത് പേരുപോലെ തന്നെ മാന്ത്രികവും യാഥാർത്ഥികവും കൂടിക്കലർത്തിയതും ചില സാഹചര്യങ്ങൾ അവിശ്വസനീയമായി നമുക്ക് തോന്നുകയും എന്നാൽ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യത്തിൽ അത് അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. അതായത് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ മാജിക്കൽ എന്ന് പറഞ്ഞാൽ മാന്ത്രികവും റിയലിസം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥികവുമാണ്. അപ്പം മാന്ത്രികവും യാഥാർത്ഥികവും കൂടിക്കലർന്നതാണ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം പോലെയുള്ളൊരു കഥ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം അവിശ്വസനീയമായി തോന്നുകയും പക്ഷേ കഥാപാത്രങ്ങൾ ശരിക്കും അത് അനുഭവിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെന്ന് പറയുന്നത് 9 വയസ്സായ ടോട്ടോയും 7 വയസ്സായ ജോവലുമാണ്. ഇവർ രണ്ടുപേരും വളരെയധികം മിടുക്കന്മാരായ കുട്ടികളാണ്. ഇതിലുള്ള ഒരു കഥ ശരിക്കും നടക്കുന്നത് മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ വെച്ചാണ്. ടോട്ടോയും ജോവലും അവരുടെ അച്ഛനും അമ്മയും കാഡ്ജിന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. കാഡ്ജിന എന്ന് പറയുന്ന സ്ഥലം വളരെയധികം ഗ്രാമീണത നിറഞ്ഞ ഒരു സ്ഥലമാണ്. മാതാപിതാക്കളുടെ ജോലി ആവശ്യത്തെ സംബന്ധിച്ചാണ് അവരെല്ലാവരും കാഡ്ജിനയിൽ നിന്നും മാഡ്രിഡിലേക്ക് താമസം മാറുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡ്രിഡ് എന്ന് പറയുന്നത് കാഡ്ജിനയെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായൊരു പ്രദേശമായിരുന്നു. കാഡ്ജിന എന്ന് പറയുന്ന ഗ്രാമീണത നിറഞ്ഞ സ്ഥലവും മാഡ്രിഡ് എന്ന് പറയുന്നത് തികച്ചും ഒരു നഗരമായിരുന്നു. പടുകൂറ്റൻ ബിൽഡിങ്ങുകളും ഒരു പുഴയോ നദിയോ ഒന്നും തന്നെ ഇല്ലാതെ ഉള്ളൊരു നഗരമായിരുന്നു മാഡ്രിഡ്. ടോട്ടോയും ജോവലും കാഡ്ജിനയിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ധാരാളം കപ്പലുകളും വള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. കാഡ്ജിനയിലുള്ള അവരുടെ വീടിന് വലിയ മുറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടുകളും കപ്പലുകളും എല്ലാം അവരുടെ വീടിന് മുറ്റത്തായിരുന്നു നിർത്തിയിടാറുണ്ടായിരുന്നത്. അങ്ങനെ അവർ മാഡ്രിഡ് എന്ന് പറയുന്ന നഗരത്തിൽ എത്തുന്ന സമയത്ത് അവിടെ വെള്ളമോ തുഴവെള്ളമോ കപ്പലുകളോ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് ഒരു ആഗ്രഹം വരികയാണ്, അവർക്ക് തുഴവെള്ളം വേണമെന്ന് ഒരു ആഗ്രഹം വരികയാണ്. അങ്ങനെ അവരത് അവരുടെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്. ക്രിസ്മസിന് ശേഷമാണ് അവരുടെ അച്ഛനോടും അമ്മയോടും ഈ ആവശ്യം പറയുന്നത്. അവർ ഈ ആവശ്യം അവരുടെ അച്ഛനോടും അമ്മയോടും പറയുന്ന സമയത്ത് അവരുടെ അച്ഛൻ പറയുന്നുണ്ട് കാഡ്ജിനയിൽ മടങ്ങി ചെന്നിട്ട് നമുക്കത് വാങ്ങാമെന്ന്. അതുപോലെ തന്നെ അമ്മ പറയുന്നുണ്ട് ഇവിടെ എങ്ങനെ വെള്ളം ലഭിക്കാനാണ്, ആകെ ഷവറിൽ നിന്നും മാത്രമാണ് വെള്ളം വരുന്നത്, ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെയാണ് തുഴവെള്ളം ഉണ്ടാക്കുന്നത് എന്ന്. പക്ഷേ അവർക്ക് തുഴവള്ളം വേണമെന്ന് വളരെയധികം നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അച്ഛൻ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തിയാൽ നിങ്ങൾക്ക് ക്രിസ്മസിനു ശേഷം തുഴവള്ളം വാങ്ങിത്തരാമെന്ന്. എന്നാൽ കുട്ടികൾ അതുപോലെ തന്നെ എലിമെൻ്ററി സ്കൂളിൽ വെച്ച് വളരെയധികം മികവ് പുലർത്തുകയും അച്ഛനോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ മികച്ച മാർക്ക് വാങ്ങിയാൽ അച്ഛൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? തുഴവെള്ളം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അതൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ അവർക്ക് ഒരു തുഴവെള്ളം വാങ്ങിക്കൊടുക്കുകയാണ്. ആ തുഴവെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അലൂമിനിയം നിറത്തിലുള്ള ഒരു തുഴവെള്ളമായിരുന്നു അച്ഛൻ അവർക്ക് വാങ്ങിക്കൊടുത്തിരുന്നത്. ആ തുഴവെള്ളത്തിൽ വെള്ളം തട്ടുന്ന ഭാഗത്ത് സ്വർണ്ണ നിറം കൊണ്ടുള്ള വരകളുണ്ടായിരുന്നു. മാഡ്രിഡിൽ അവരൊരു അപ്പാർട്ട്മെൻറ്റിലെ 5ാം നിലയിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോണിപ്പടികൾ വഴിയോ എലിവേറ്റർ വഴിയോ തുഴവെള്ളം മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാറുകൾ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തായിരുന്നു തുഴവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ തീരെ സ്ഥലവും ഇല്ലായിരുന്നു. എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു. അത് ജോലിക്കാരിക്കായുള്ള മുറിയിൽ എടുത്തു വെക്കാനും അവർക്ക് കഴിഞ്ഞു. കുട്ടികളുടെ ഈ ഒരു പ്രവൃത്തിയെ അവരുടെ അച്ഛൻ ഒരുപാട് അഭിനന്ദിച്ചു. കുട്ടികളുടെ ഈ പ്രവൃത്തിയിൽ നിന്നും അവർ എത്രത്തോളം ലക്ഷ്യബോധമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇതിനിടയിൽ വീട്ടുപകരണങ്ങളുടെ കവിത എന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ടോട്ടോയുടെയും ജോവലിൻ്റെയും അച്ഛൻ. ഈ ഒരു സമയത്ത് സ്വിച്ച് ഇട്ടാൽ എങ്ങനെയാണ് പ്രകാശം വരുന്നത് എന്ന് ടോട്ടോ അച്ഛനോട് ചോദിക്കുന്നു. ഇതിന് മറുപടിയായി ടാപ്പ് തുറന്നാൽ എങ്ങനെയാണോ വെള്ളം വരുന്നത് അതുപോലെയാണ് സ്വിച്ച് ഇട്ടാൽ പ്രകാശം വരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. അതിനോടൊപ്പം പ്രകാശം ജലം പോലെയാണെന്നും അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ ഈ വാക്കുകളാണ് പിന്നീട് കഥയിലെ പല പല ഭാവനാത്മകമായ സംഭവങ്ങളും സൃഷ്ടിക്കുന്നത്. പിന്നീട് ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി. ആ സമയത്ത് കുട്ടികൾ എല്ലാ കതകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരു വിളക്ക് പൊട്ടിച്ചു. പൊട്ടിയ ബൾബിൽ നിന്നും തണുത്ത വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ സ്വർണ്ണപ്രകാശം കുതിച്ചു ചാടി. എന്നിട്ട് അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. നിലത്ത് നിന്നും 3 അടിയോളം ഉയരത്തിൽ പ്രകാശം കെട്ടിനിന്നു എന്നാണ് കഥയിൽ പറയുന്നത്. പിന്നീട് തുഴവള്ളമെടുത്ത് അവർ വീട്ടിലെ എല്ലാ ദിക്കുകളിലേക്കും തുഴഞ്ഞു. നമുക്കറിയാം ബൾബ് പൊട്ടിച്ചാൽ പ്രകാശം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന്. ഇവിടെയാണ് ഭാവനയുടെ ഒരു ലോകം തന്നെ ഉണ്ടാകുന്നത്. നമ്മൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാജിക്കൽ റിയലിസത്തിന് ഉദാഹരണങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റും. അതുപോലെയുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ബൾബ് പൊട്ടിച്ചാൽ പ്രകാശം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കുട്ടികൾ ബൾബ് പൊട്ടിച്ചപ്പോൾ അവിടെ നിന്നും പ്രകാശത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ ജലം പുറത്തു വരികയാണ്. ഈ ജലത്തിൽ കുട്ടികൾ തുഴവള്ളം ഉപയോഗിച്ച് നീന്തി കളിക്കുന്നുണ്ടെന്നും കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നവർക്ക് ഇത് അവിശ്വസനീയമായി തോന്നുകയാണ്. പക്ഷേ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബൾബ് പൊട്ടിച്ച് തുഴവള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു പരിപാടി അവരെല്ലാ ബുധനാഴ്ചയും ആരംഭിച്ചു. അങ്ങനെ അവർ സെക്സ്റ്റന്റും കോമ്പസും ഉപയോഗിക്കാൻ നന്നായി പഠിച്ചു. സെക്സ്റ്റന്റും കോമ്പസും എന്ന് പറയുന്നത് സമുദ്രയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ്. വസ്തുക്കൾ തമ്മിലുള്ള അകലം കൃത്യമായി നിർണ്ണയിക്കാനുള്ള ഉപകരണമാണ് സെക്സ്റ്റന്റ്. ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് കോമ്പസ്.